നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെയാണ്. നമ്മൾ ഉടമ്പടിയിൽ ഇപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത്? വിശ്വാസം കേൾവിയിൽ നിന്നും, അല്ലേ എന്നല്ലേ പറഞ്ഞത്? അതേതാണ് വചനം? റോമ 10:17. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അതാണ് ഈ പ്രഥമ പാഠം എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠമാണ്. ഇനി എന്താ പറയുന്നത്? വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ അറിവാണ്. മനസ്സിലായില്ലേ? വിശ്വാസം അറിവിൽ നിന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് കിട്ടിയാൽ കുറച്ച് നമുക്ക് ഈ അറിവ് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. മനസ്സിലായി? വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണത്, അല്ലേ? അപ്പോൾ ബൈബിൾ വായിച്ചാലും ബൈബിൾ പ്രസംഗം കേട്ടാലും നമുക്ക് എന്താ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടും, ഇല്ലേ? അങ്ങനെ വിശ്വാസം അറിവിൽ നിന്നും, ഇപ്പോൾ വിശ്വാസം അറിവിൽ നിന്നും, ഈ അറിവ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിവ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഇല്ലേ? അത് ലെവലാണ്. പക്ഷെ പ്രാർത്ഥന കൊണ്ട് ചില കാര്യങ്ങൾ നടക്കത്തില്ല. അതിനെന്ത് ചെയ്യണം? ഉപവസിക്കണം. അതാണ് 17:21. പ്രാർത്ഥന കൊണ്ടും ചില ഗ്രേഡുകൾ, അതായത് ചില ബന്ധങ്ങൾ, ആ പിശാചിനെ ഒഴിപ്പിക്കാൻ 10 ദിവസത്തിന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചോദിച്ച ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, കർത്താവിനോട് ചോദിച്ചേ, കർത്താവ് എൻ്റെ വിശ്വാസ വളർച്ചയിലൊരു പ്രോബ്ലം ഉണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്? അപ്പം നിങ്ങൾ പല പ്രശ്നങ്ങൾ എഴുതിയിട്ടില്ലേ ഉടമ്പടിയിൽ, ഇല്ലേ? ചിലത് നിങ്ങൾക്ക് നടക്കത്തില്ല. അതെന്താ കാരണം? അതാണ് അപ്പോസ്തലന്മാർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട്? അപ്പോൾ കർത്താവ് എന്താ പറയണത്? നിങ്ങൾക്ക് വിശ്വാസം കുറവേ ഉള്ളതാണ് കാരണം, അല്ലേ? അതിന് മറുപടി പറഞ്ഞത് എന്താണ്? 17:20. യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അപ്പോൾ എന്താ പ്രശ്നം? ഈ പ്രാർത്ഥനയിലൂടെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫെയ്ത്ത്, അതായത് പ്രഥമ പാഠം എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം എന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് അത് ഹെബ്രായർ എത്രയാണ്? 6. ഹെബ്രായർ 6:1 വായിച്ചേ. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഈ പ്രശ്നങ്ങൾ അധികരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മളിങ്ങനെ ഫെയ്ത്ത് മച്യൂരിറ്റിയിലേക്ക് ദൈവം വളർത്തുകയാണത്. പിടികിട്ടിയേ? അല്ലാതെ ഇങ്ങനെ എന്തുകൊണ്ടാണ് ചില പറയാം. ഇപ്പോൾ പണ്ട് വിജയകുമാർ സാർ എന്നോട് പറയുമായിരുന്നു, പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ എന്നാ പറയണത്. അതായത് ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാകും. എത്ര പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വിശുദ്ധ ജീവിതത്തിനും കുഴപ്പമില്ല, പക്ഷേ പ്രശ്നം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളവർക്ക് ഞാൻ ഇത്രയും പ്രാർത്ഥിക്കണമല്ലോ, എന്നിട്ട് എന്താണ് പിന്നെയും പ്രശ്നം തന്നെ? നമ്മളെന്താ ചെയ്യണത്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത്. പിടിയിട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്. പക്ഷെ ചിലർ പറയും, അച്ഛാ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നമാണല്ലേ അച്ഛാന്ന് ചോദിക്കും. ആ ചിലർക്ക് എങ്ങനെയാണ് അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കണമല്ലേ നല്ലതെന്ന് ചോദിക്കും. അതാണ് അവർ ഉദ്ദേശിക്കണത്. പ്രാർത്ഥിച്ചില്ല പിന്നെ പ്രശ്നമില്ലല്ല, പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാകണത്. ചിലർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം ഉണ്ടായത്? നേരത്തെ അവർക്ക് വിശക്കണ പ്രശ്നങ്ങളുള്ളു. അത് അവരോട് നോക്കി കട്ടുന്ന ചെയ്യുമ്പോൾ 10 ദിവസം വരെ കണ്ടവൻ്റെ പുരയിടത്തിൽ നിന്ന് ഗോതമ്പ് കട്ടുന്ന പാർട്ടിയാണ്. അത് സാധാരണ മനുഷ്യരല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഈശോയ്ക്ക് അതൊന്നും പ്രശ്നമല്ലേ. പക്ഷേ അങ്ങനെയാണെങ്കിലും ആ ഒരു ഫെയ്ത്തിലൊന്നും അത് പുള്ളിക്ക് ഉപവാസം ഇല്ലാഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈശോ എന്നാ പറയണത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഒരു ഗ്രേറ്റർ പ്രോബ്ലം വന്നാൽ നീ ഗോതമ്പ് കട്ടുന്ന തീരത്തില്ല പ്രശ്നം. കാര്യം എന്താണ്? ഉപവസിക്കുക തന്നെ ചെയ്യണം. പിടിയിട്ടില്ലേ? അപ്പോൾ നീതീകരിച്ചായിരുന്നു. ഈ ആ ഭാഗം ഒന്ന് എടുത്തേ. മത്തായി 12:1 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി 12:1. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു.
അവൻ പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിരിക്കണേ. അതായത് ഇപ്പോഴും ഉപവാസത്തെ ഈശോ കോംപ്രമൈസ് ചെയ്യുകയാണ്. എന്താ കാര്യം? അവർക്ക് വിശന്നു, അവർ ഭക്ഷണം കഴിച്ചു. അവരുടെ കയ്യില്ലായിരുന്നു. കണ്ട ഗോതമ്പ് പാടത്തൂടി പോകുമ്പോൾ അവിടുന്ന് സാപത്തിൽ നിന്ന് പോലും അവർ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോൾ കർത്താവ് വിശപ്പിന് പ്രാധാന്യം കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉപവാസം ഇല്ല. പക്ഷേ പുള്ളി അവർ ഉപവസിക്കണില്ല. പക്ഷേ ഉപവാസം ഇല്ലാതെ ഇങ്ങനെ തിന്ന് നടന്നാൽ ചില സമയത്ത് അത് ഓക്കെ ആകത്തില്ല. അതുകൊണ്ടാണ് പിശാച് ബാധനെ കൊണ്ടുവരുന്നത്. പിടിയിട്ടില്ലേ? ഈ ഗോതമ്പ് കണ്ടവൻ്റെ വീട്ടിൽ നിന്ന് വരെ ഗോതമ്പും കണ്ടു നടന്ന പാർട്ടി ഒരു മേജർ പ്രോബ്ലം വന്നാൽ ഇവർ ജപജപ അടിക്കേണ്ടി വരും. പക്ഷെ അവരെന്നിട്ട് ആ പിശാച് ബാധന ഇവരെ മണ്ണും കുത്തി എറിഞ്ഞിട്ട് ഓടിച്ചു കളഞ്ഞു. ഇവരോടി. പിശാച് ബാധന ഓടിയില്ല, ഇവരോടി. അവർക്ക് വലിയ ക്ഷയമായി. ഉപവാസത്തിൽ നിങ്ങൾ ഉപവാസം ഉടപ്പിയ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ഷയമുണ്ടാവും. എന്താ കാര്യം? ഒരു മേജർ പ്രോബ്ലം വരണതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉപവസിച്ച് ബലം പ്രാപിക്കാൻ വേണ്ടിയാണ് വരണത്. അപ്പോൾ അപ്പോസ്തലന്മാർ വന്ന് ചോദിച്ചു. അതെവിടെയാണ് ചോദിച്ചിരിക്കണേ? മത്തായി 17:19. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അപ്പോൾ ഉപവാസത്തിൽ സ്കൾക്കിങ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അല്പവിശ്വാസമാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ഇതിങ്ങനെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉപവസിക്കണില്ല, ഉഴപ്പി. അപ്പോൾ നിങ്ങൾ പറയാൻ എനിക്ക് 60 വയസ്സായി, എനിക്ക് ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന് പറയും. ഒരാൾ പറയാം എനിക്ക് രോഗമാണ്, സഭ പറഞ്ഞിട്ടുണ്ട് രോഗികൾക്ക് ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ എന്തെങ്കിലും മുട്ടായി വിത്തിയൊക്കെ എടുത്തിട്ട് മുടന്തന്യായം പറഞ്ഞിട്ട് നമ്മൾ ഉത്തരവാദിത്വം സ്കൾക്ക് ചെയ്യും. അതിൻ്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാവുന്ന? അല്പവിശ്വാസമാണ്. ചില ഉടമ്പടി എടുക്കുന്നുണ്ട്, പക്ഷെ ഉപവസിക്കണില്ല. അതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് മേജർ പ്രോബ്ലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാൻ കഴിയാതിരുന്നത്? ഇപ്പോൾ കർത്താവ് എന്താ പറയണത്? 17:21. അതായത് പ്രാർത്ഥനയും ഉപവാസം കൊണ്ടല്ലാതെ നിങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഉപവാസമായിട്ട് രംഗത്ത് വന്ന് കർത്താവ് 17 മത്തായി 12 കോംപ്രമൈസ് ചെയ്ത ഉപവാസം ഇപ്പം എന്താണ് മസ്റ്റായിട്ട് വന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കേണ്ടെന്ന് പറഞ്ഞ് വിട്ട ലെസനാണ്. പക്ഷേ എപ്പോഴായാലും പഠിക്കാൻ പറ്റത്തില്ല. 10ാം ക്ലാസ് ആയപ്പോൾ ആ ലെസൺ വീണ്ടും ചോദിച്ചു. 4ാം ക്ലാസ് ആയതുകൊണ്ടാണ് അത് പഠിക്കേണ്ടെന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് തലേ കയറത്തില്ലെന്ന് പറഞ്ഞത്. പക്ഷെ പഠിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉപവാസത്തെ നമുക്ക് സ്കൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപവാസവും പ്രാർത്ഥനയെന്ന് പറയുമ്പോഴും വരുന്നൊരു വിശ്വാസം എന്ന് പറയുന്നത്, പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ വിശ്വാസം കൊണ്ടല്ലേ ആൾക്കാർ പ്രാർത്ഥിക്കണത്. പിന്നെ എന്താണ് ഉപവസിക്കണത്? എന്താണ്? പ്രത്യാശിച്ച ആൾക്കാരെല്ലാവരും ഉപവാസത്തോടെയാണ് കർത്താവിനെ കാത്തിരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം മാതാവൊക്കെ എന്ത് ഉപവാസത്തിൻ്റെ ആൾക്കാരാണ്. എല്ലാ ചേടത്തിമാരും എല്ലാ സ്ത്രീകളും കർത്താവ് ദൈവപുത്രൻ അവിടെ ഉദരത്തിൽ ജനിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ടിരുന്നതാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പാണ് ഉദ്ദേശിക്കുന്നത്, പ്രത്യാശയാണ്. മനസ്സിലായില്ലേ? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഉപവസിക്കണത്? പ്രത്യാശയുടെ പ്രകടന രൂപമാണ് ഉപവാസം. അല്ല പട്ടിണി എന്നിട്ട് നമ്മൾ വയറും കുഞ്ഞിട്ട് കർത്താവ് ഞാൻ കണ്ടില്ല കർത്താവ് ഈ ത്യാഗമെങ്കിലും കണ്ട് കർത്താവ് എന്നെ എന്തെങ്കിലും സഹായിക്കും, അതിനല്ല ഉദ്ദേശിക്കുന്നത്. ഉപവാസം എന്ന് പറയുന്നത് പ്രത്യാശ എന്ന പുണ്യം ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു അല്ലേ? പ്രാർത്ഥന എന്താണ്? വിശ്വാസം എന്ന പുണ്യമാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണത്. ഉപവാസം എന്താണ്? പ്രത്യാശ എന്ന പുണ്യം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും. കാരണം എന്താണ്? പിതാക്കന്മാർ എല്ലാവരും പ്രാർത്ഥിച്ച് ഉപവസിച്ചുമാണ്
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കാത്തിരുന്നത്. ഇന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താണത്? വിശ്വാസത്തിൻ്റെ പ്രകടരൂപം. പ്രാർത്ഥന. ഉപവാസം എന്താണത്? പ്രത്യാശയുടെ പ്രകടരൂപം. നമ്മൾ ഉപവസിച്ച എന്താ അർത്ഥം? നമ്മൾ പട്ടിണി നിന്നിട്ട് ദൈവത്തിന് കിട്ടാനാ? ദൈവത്തിന് കിട്ടണത് നമ്മൾ ആ വിഷയത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നു. അതിന് പകരം അത് കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നുവെന്ന് ദൈവത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഉപവസിക്കണത്. പേടിയാ. അപ്പോൾ ഉപവസിക്കണത് എന്തിനാണ്? പ്രത്യാശ എന്ന പുണ്യം. ഇപ്പോൾ നമ്മൾ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ എന്താ? ഞങ്ങൾ പ്രത്യാശ എന്ന പുണ്യം ഉണ്ടായി വർദ്ധിക്കുവാൻ നിരത്തിക്കുവാനോട് അപേക്ഷിക്കണമേ. അതുതന്നെയാണ് നമ്മൾ ഉപവസിച്ചുകൊണ്ട് ദൈവത്തോട് പറയുന്നത്. എന്താണ്? ഞാൻ ഉപവസിക്കുന്നു. കാര്യം എന്താണ്? നിന്നിലുള്ള എൻ്റെ പ്രത്യാശയെ ഞാൻ പ്രകടിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഓരോ പ്രോബ്ലംസിനും കറസ്പോണ്ടായിട്ടുള്ള മെഷീനറിയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ചില സ്ക്രൂ ഒക്കെ തിരിക്കാൻ സ്ക്രൂ ഡ്രൈവർ ഒരു 8-ൻ്റെ സ്ക്രൂ തന്നെ സ്പാനർ എടുക്കുമ്പോൾ 8-ൻ്റെ സ്പാനർ എടുത്തതെന്ന് പറയത്തില്ലേ? അപ്പോൾ അത് 8-ൻ്റെ തിരിച്ച് കഴിഞ്ഞാൽ അത് തുറക്കും. ചിലത് പറയും ഇത് 8-ൻ്റെ പിടിക്കണില്ല 14-ൻ്റെ എടുക്കാൻ പറയും. അപ്പോൾ മെക്കാനിസ്റ്റുകൾ ഉടനെ 14-ൻ്റെ എടുത്ത് കൊടുക്കും. അപ്പോൾ 14 ഇട്ട് തിരിക്കും. അപ്പോൾ ചിലത് പ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ല, 8-നെ കൊണ്ട് നടക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ഉപവാസം കയറ്റിവിടും 14-ൻ്റെത്. ചിലത് 14-ൻ്റെ കൊണ്ട് നടക്കത്തില്ല. ചില ഡ്രില്ലർ കൊണ്ടുവന്നിട്ട് തിരിക്കേണ്ടി വരും ആ സാധനം. അതിനാണ് സ്നേഹം എന്ന് പറയണത്. വിശ്വാസം അറിവ് കൊണ്ട് വിശ്വാസത്തിന് ആദ്യ നിലവാരം പ്രഥമ പാഠങ്ങൾ എന്തിനുള്ളതാണ്? പിന്നിടാൻ വേണ്ടിയുള്ളതാണ്, തള്ളിക്കളയാൻ വേണ്ടിയുള്ളതാണ്. അവിടെ 90 വയസ്സ് വരെ പ്രഥമ പാഠം കടിച്ചതും കിടക്കരുത്. 90 വയസ്സായി ഇപ്പോഴും വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠമാണ്. എന്താ പ്രശ്നം? നിങ്ങൾ ഈ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിച്ചാണ് ഇത് കർത്താവിൽ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ സാത്താൻ ഭക്ഷണത്തിന് പോയില്ലേ? അവരെയൊക്കെ അറിയാം ഈ ജീവിതം മാത്രമേ അവനെയൊക്കെ ഉള്ളതെന്നറിയാം. അതുകൊണ്ട് സാത്താനെങ്കിൽ സാത്താൻ, കള്ളനോട്ടെ, കരിഞ്ചന്ത. അപ്പോൾ അവിടെ പോയാൽ പിന്നെ പ്രാർത്ഥന പോലും ആവശ്യമില്ല. പോക്കൃത്തിനെക്കാണ് ജീവിക്കാം. 5 പെണ്ണുങ്ങളെ 10 പെണ്ണുങ്ങളെ ഉപയോഗിക്കാം, 10 ആണുങ്ങളെ ഉപയോഗിക്കാം, എത്ര വേണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാം. നമുക്ക് ബിസിനസ് വളർന്നു വിടാം. സാത്താനടുത്ത് വരുമ്പോൾ ഈ ഉപവാസവും ഇല്ല, പ്രാർത്ഥനയും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. വൃത്തികെട്ട എല്ലാത്തരം പരിപാടിയും കാണിച്ചാലും ശരി, അതനുസരിച്ചുകൊണ്ട് ഭൗതിക ഉയർച്ച ഉണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്. ഈശോ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഡു യു വാണ്ട് ടു ഗോ? നിങ്ങൾക്കും പോകണമെന്ന് ഉണ്ടോ? എപ്പോഴും നമ്മളോട് നമ്മുടെ സിലബസ് വലുതാക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? അപ്പോൾ എപ്പോഴും അതൊരു ചോദ്യമാണ്. അപ്പോഴേ കുറേ പേര് പോകും അല്ലേ? അതെടുത്തേ 6:63 എടുത്തേ യോഹന്നാൻ്റെ സുവിശേഷം. കട്ടിയാക്കി കർത്താവ് സിലബസ് കട്ടിയാക്കും. പിതാക്കന്മാരെ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. അപ്പോൾ എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ സിലബസ് കട്ടിയായി. അവർ ചോദിക്കും, ഇയാളുടെ ശരീരം, ഇയാൾ യൗസേപ്പിൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇയാളുടെ അമ്മ, ഇയാളുടെ ശരീരം നമ്മളെങ്ങനെ ഭക്ഷിക്കണത്? ഇതെന്നെ വർത്താനം നീക്കും, കഠിനമാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരിട്ട് സിലബസ് കഠിനമാക്കും. വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാക്കും. വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ടു എന്നതിൻ്റെ അർത്ഥം. വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാകും. ഇപ്പം അതിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് എന്താണ്? ഇനി പക്വതയാണുള്ളതാണ്. അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം എന്ന് പറഞ്ഞ് എനിക്കൊരു പുസ്തകമുണ്ട്. അതായത് പക്വതയ്ക്ക് വളരുമ്പോൾ പിന്നീട് ആ ഒരു ഭാഗം എടുത്ത് യോഹന്നാൻ 6:67. യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കൊടയും. എൻ്റെ അർത്ഥം എന്താ? ഇട്ടും പോടാന്ന് എൻ്റെ അർത്ഥം. ഇനിയുള്ള പാഠം നിങ്ങൾ നിൽക്കണമെന്നില്ല, കരുതത്തിൽ കട്ടിയാണ്. കർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. പ്രഥമ പാഠങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡ്രൈനെസ് തോന്നും. നമ്മൾ ഇപ്പോൾ കുറേ പ്രാർത്ഥിക്കുന്നു, ചില സമയത്ത് നമുക്ക് ആത്മീയ വരൾച്ച തോന്നും. അച്ഛന്മാർക്കൊക്കെ എപ്പോഴും തോന്നും. കാര്യം അവർ കടകടാന്നിങ്ങനെ വളരണ കാരണം വളർച്ചയുടെ ഘട്ടത്തിൽ ഭയങ്കരമായിട്ട് അയ്യോ ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു പോകും. ആരും കുഴപ്പമില്ല. വിശുദ്ധന്മാർക്കും തോന്നിയായിരുന്നു, ജോൺ ഓഫ് ദി ക്രോസിനും തോന്നിയായിരുന്നു. അയാൾ പറഞ്ഞത് ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയും. ആത്മാവിൻ്റെ രാത്രി. ദൈവത്തെക്കുറിച്ച് ഒരു പിടിയും കിട്ടണില്ല. ഇത്രയും നാൾ ജീവിച്ചു, ഭയങ്കര വിശുദ്ധിയോട് ജീവിച്ചു. പക്ഷേ ചില സമയത്ത് ലെഫ്റ്റ് ഇൻ ദി എയർ, ദൈവം ഉണ്ടോ എന്ന് പോലും സംശയമാണ്. വളർച്ചയുടെ പാഠങ്ങൾ. അപ്പോൾ ട്രാൻസിഷൻ പീരീഡിൽ എപ്പോഴും ഇതുപോലെ വാക്കംനെസ് ഉണ്ടാകും. അതായത് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ. ഇപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യണത്? അറിവും പ്രാർത്ഥനയും. അതിൻ്റെ പാഠം കഴിഞ്ഞിട്ട് ഉപവാസവും പ്രത്യാശയും ഇല്ലേ? അതിൻ്റെ പാഠവും കഴിഞ്ഞു പോകും. ഇനി
എന്താണ്? പ്രാർത്ഥനയെ കൊണ്ട് ഉപവാസം കൊണ്ട് നിൽക്കാത്ത കാര്യങ്ങൾ വരും. 17:21 എന്താ പറയണത്? പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് മാത്രമേ ഇവറ്റകൾ പുറത്തു പോകത്തുള്ളൂ. ഇനി പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് നിൽക്കാത്ത കാര്യം വരും. അതിനാണ് ഈ പുള്ളിക്കാരൻ കമന്നൊക്കെ വീഴണത്. കണ്ടില്ലേ? ഗെത്സെമനി കമന്ന് വീഴുകയാണ്. പ്രാർത്ഥന കൊണ്ട് നിൽക്കണില്ല അവിടെ, പിന്നെ ഉപവാസം കൊണ്ട് നിൽക്കണില്ല. ആൾ രണ്ടും പ്രാർത്ഥന കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞ് വരികയാണ് ആള്. ആദ്യം പെസഹയ്ക്ക് പോലും ആൾ ഉപവാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഗെത്സെമനി പ്രാർത്ഥനയായിരുന്നു. പെസഹ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. മൊത്തം പ്രാർത്ഥന ഉപവാസമാണ്. പക്ഷെ നിൽക്കണില്ല. ഇനി എന്താണ് വിശ്വാസത്തിലേക്ക് വരണത്? പ്രാർത്ഥന ഉപവാസം കൊണ്ട് നിൽക്കണില്ല. അപ്പം ക്രിസ്തു എന്താ ചെയ്തത്? കമന്ന് വീണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? അതിനാണ് പൗലോസ് പറയണത്, ഈ ഒരു വിശ്വാസ വളർച്ചയിൽ ആദ്യ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നടക്കും. പിന്നെ വിഷയം കുറച്ചുകൂടി കട്ടിയായി കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥനയും ഉപവാസം വേണ്ടി വരും. ചില സമയത്ത് പ്രാർത്ഥനയും ഉപവാസം കൊണ്ടും നിൽക്കത്തില്ല. എന്താ കാരണം? ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടും പറ്റത്തില്ല, ഉപവാസം കൊണ്ടും പറ്റത്തില്ല. ചില ആൾക്കാർ പറയും ഞങ്ങൾ 33 വിശ്വാസപ്രമാണം ചൊല്ലി എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഈ പ്രഥമ പാഠങ്ങളാണ്. അതിൻ്റെ അടുത്ത പാഠം പ്രത്യാശയുടെയാണ്, ഉപവാസമാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ 33 ദിവസം ഉപവസിച്ചെന്നൊക്കെ പറയും. ചിലപ്പോൾ അതിൽ നിൽക്കത്തില്ല. ക്രിസ്തുവിലല്ലേ വളരണത്. ക്രിസ്തുവിൽ വളരുന്ന അനുസരിച്ച് കൊണ്ട് ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് വളർച്ച ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ആദ്യം വിശ്വാസത്താൽ അതായത് അറിവ് കൊണ്ട് വിശ്വാസമൊക്കെ ഉണ്ടാകും. വിശ്വാസം കൊണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. പ്രാർത്ഥനാ ജീവിതം, പിന്നെ ഉപവാസമുണ്ട്. പിന്നെ എന്താണ്? അതായത് വിശ്വാസം, പ്രത്യാശ, പിന്നെ എന്താ ഉള്ളത്? സ്നേഹമെന്നും സംഭവമുണ്ട്. അതാണ് ഗലാത്യർ 5:6. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. ഉടമ്പടി അതാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ വല്ലതൊക്കെ കാണിച്ചു വെക്കരുത്. ഉടമ്പടി പ്രഥമ പാഠങ്ങൾ പിന്നിട്ട സംഭവമാണ്. വിശ്വാസത്തിൻ്റെ നിലവാരം കഴിഞ്ഞു, പ്രാർത്ഥന കൊണ്ടും കഴിഞ്ഞു. അതാണ് മേജർ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ ഉടമ്പടിയെ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ഉടമ്പടി എന്താണ്? ഉടമ്പടി ഗലാത്യർ 5:6. അതെന്താണ്? അറിവ് കൊണ്ടല്ല അവിടെ വർക്കൗട്ട് ചെയ്യണം, വിശ്വാസം കൊണ്ടല്ല. പിന്നെ എന്താണ്? സ്നേഹം കൊണ്ടാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവിക പുണ്യങ്ങളെ, ഈ ഗെത്സെമനി വരുമ്പോൾ ഈശോ പ്രകടിപ്പിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. എന്താണ്? എല്ലാം എന്നെ വിളിച്ച് അപ്പാക്ക് വേണ്ടി ജീവിച്ചൊക്കെ നടന്നെങ്കിലും സമയത്ത് അപ്പ കാല് മാറി, അപ്പ കാണാനില്ല. അപ്പോൾ എലോയ് ലമാ സബക്താനി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ പോകത്തില്ല. അപ്പ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ കാണാത്തതാണ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പാഠം. അതുകൊണ്ട് പറയും ഐ കമൺ മൈ സ്പിരിറ്റ്. അത് ഭയങ്കര സംഭവമല്ലേ? അതാണ് ക്രിസ്തു കടന്നുപോയ വഴികൾ. ക്രിസ്തു ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ക്രിസ്തു കടന്നുപോയെന്ന വഴികൾ അനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളെ നമ്മളെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് വേണം ജീവിതാനുഭവങ്ങളെ വിലയിരുത്താൻ. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളീ കഞ്ഞി ആൾക്കാരായിട്ട് നടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടാൻ വേണ്ടിയുള്ളതാണ്. ഓരോരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ അടുത്ത ഘട്ടം പിന്നിടണം. ഇവർ നീല ഉടമ്പടിയോടും വളർന്നിട്ടില്ല. അത് ഭയങ്കര സംഭവമാണത്. ഇവരിപ്പോഴും പണ്ട് പേരക്കിടങ്ങൾക്ക് ആനയാണ് കുനിയെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു കൂപ്പി പണ്ട് പച്ച ഉടമ്പടി എടുത്ത കാലത്ത് എന്താണ് ഇവർ പറഞ്ഞത്? അത് ആ നിലവാരം തന്നെ ഈ പണ്ടാരത്തിന് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇനി കാണുമ്പോൾ തന്നെ എനിക്ക് പറയും കർത്താവിനെ പടി കൊടുക്കാൻ വേണ്ടി രാവിലെ വണ്ടിയും കയറി വന്നിരിക്കണമെന്ന്. ഇത് ഇവർ വളരണില്ല, ഇവർ വളർന്നിട്ടില്ല. ഈ സംഭവം ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരത്തില്ല. എൻ്റെ അടുത്തല്ല, ദൈവത്തിൻ്റെ അടുത്ത് പോലും നമ്മൾ ചെല്ലത്തില്ല. എന്താ കാര്യം? അക്കാലങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. യോഹന്നാൻ 16:23 അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അപ്പൊ അതാണ് വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് ഒരാൾ പക്വതയിലെത്തി കഴിഞ്ഞാൽ എല്ലായിടത്തും ഓടി ഒരു ദൈവത്തിൻ്റെ അടുത്ത് വരത്തില്ല. എന്താണ്? അപ്പ ഇവിടെ ഉണ്ടെന്നുള്ളത് എന്നെ കൈവിട്ട പോലെ എനിക്ക് തോന്നണത്, ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ഇൻ. എന്താണ്? എൻ്റെ വിശ്വാസം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണത് കേൾവിയിൽ നിന്നൊന്നുമല്ല, പിന്നെ എന്താണ്? പ്രത്യാശയിൽ നിന്നുള്ള വിശ്വാസം വർക്കൗട്ട് ചെയ്യണത് സ്നേഹം കൊണ്ടാണ്. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമായതുകൊണ്ട് എന്ത് ചെയ്യും? 1 Corinthians 13:7 വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അത് വളർച്ചയുടെ പ്രഥമ പാഠം പിന്നിട്ട് കഴിഞ്ഞാൽ പക്വതയേക്കല്ല വളരണത്. അപ്പോൾ പക്വത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ 1 Corinthians 13:7 സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ഇതാണ് വിഷയം. അതായത് ആ കുരിശിൽ സംഭവിക്കണ ഇതാണ്. ഏലോയ് ഏലോയ് ലമാ സബക്താനി എന്ന് ഈശോ ചോദിക്കത്തില്ലേ? അപ്പം നീ എന്നെ കൈവിട്ടോന്ന് ചോദിക്കണില്ലേ? എന്നിട്ട് എന്താ പറയണത്?
അതായത് അവിടെ ഈശോയുടെ ഉപവാസം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, ഉപവാസം കഴിഞ്ഞു. പക്ഷേ ദൈവം കൈവിട്ട പോലെ ആയിപ്പോയി. പ്രാർത്ഥിച്ചിട്ട് നിന്നില്ലല്ല, പ്രാർത്ഥിച്ച് നിന്നോ? പിന്നെ എന്താണ്? പിന്നെ ഇത് ഈശോ ഉപവസിച്ചു. കഴിക്കുന്ന ഈ ഒടുക്കത്തെ താഴത്തിൽ ഇരുന്നുകൊണ്ട് 10 ദിവസം പറയുന്നുണ്ട്, കഴിക്കണില്ലേ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും, എനിക്കിനി ഉപവാസമാണ്, നാളെ ഈ സമയത്ത് അപ്പായുടെ കൂടെ മേശപ്പുറത്ത് പെസക ഞാൻ കഴിക്കും, സ്വർഗീയ എഴുന്നേശാരയിലെന്ന് പറയും. എന്നിട്ട് അവൻ എഴുന്നേറ്റ് ഭയങ്കരമായൊരു സ്വസ്ത്രഗീതം ആലപിക്കും. എല്ലാവരും കൈയടിച്ച് സ്തുതിച്ച് പുറത്തു പോകും. കുറച്ച് കഴിയുമ്പോൾ അവൻ താഴെ വീഴും. എന്താ കാര്യം? ഇത്രയും പ്രാർത്ഥനയും ഉപവാസം ഉണ്ടെങ്കിലും അവന് അഭിമുഖീകരിക്കേണ്ട വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പറ്റണില്ല. അതാ വിഷയം. ആ വീണുപോയി. ആ വീണിട്ട് പിന്നെ അവൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകണുണ്ട്. അവൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ശാപത്തിന് വേണ്ടി സ്വയം ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ വേദനയും നീറ്റലുമില്ല അവൻ അനുഭവിച്ചു. അവൻ കുറിച്ച് തൂങ്ങി തർക്കപ്പെട്ടു. അപ്പോൾ അവന് സങ്കടമായി. പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ടും കുറിച്ച് അതിജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്ത് പറഞ്ഞു? എലോയ് ലമ സബക്താനി, എന്താണ് നീ എന്നെ ഉപേക്ഷിച്ചത്? പരിശുദ്ധാത്മാവ് വിട്ടുപിരിയാതെ എന്നിട്ട് പറഞ്ഞു, അപ്പായല്ലേ ഇപ്പം നീ കാണാതിരിക്കാനുള്ളത്, ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാനും കൂടി പോകാൻ അപ്പ എനിക്ക് കമാൻഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും പോകാൻ പോവുകയാണ്. നീ ഒരു പണി ചെയ്യണം. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പ ഇവിടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. എന്നിട്ട് നീ അപ്പായിക്ക് നിൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കണം. ഉടനെ അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവുകയും ആ ഒറ്റ വാക്ക് ആ സമയത്ത് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഐ കമൺ മൈ സ്പിരിറ്റ്. എന്നിട്ട് അവൻ തല വലത്തേക്ക് ചായച്ചു, ജീവൻ സമർപ്പിച്ചെന്ന് പറയും. ഇതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എൻ്റെ പേര് അനീറ്റ. ഞാൻ കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ പ്ലേസ് കർണാടകയാണ്. ഞാൻ ഉടമ്പടി ഇവിടെ എടുത്തത് 2022 ഫെബ്രുവരി 10-നാണ്. ഉടമ്പടി പുതുക്കിയത് മെയ് 10-നാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ്. ഷീസ് ഫ്രം കണ്ണൂർ. നൗ ഷീസ് ഇൻ UK. ഫ്രണ്ട് എന്നോട് പറഞ്ഞു, കൃപാസനം എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട്, നീ അവിടെ പോകണം. എൻ്റെ OET കിട്ടുന്നില്ലായിരുന്നു, അതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ അവൾ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് OET കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ, അവിടെ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇവിടെ ആയാലും പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വരണമെന്ന്. ഞാൻ എന്നിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഇവിടെ വരാൻ പിന്നെയും മടിച്ചു. ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഐ റോട്ട് എക്സാം ബട്ട് ഐ ഡിഡ്ന്റ് ക്ലിയർ. അതിന് ശേഷം എനിക്ക് തോന്നി ഒന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഇവിടെ ഞാനൊരു പ്രേക്ഷിതനെ പരിചയപ്പെട്ട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, തീർത്ഥാടന ഉടമ്പടി എടുക്കണം, അതിനാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. അത് തന്നെയല്ല, നിങ്ങൾക്ക് കാശുരൂപം കിട്ടും, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാനൊരു ഡേറ്റ് എടുത്തു. ഏപ്രിൽ 18-ന് ഞാൻ എക്സാം എഴുതും, അമ്മ എന്നെ സഹായിക്കണമെന്ന്. ഇതിന് മുന്നത്തെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ 12 പ്രാവശ്യം IELTS എഴുതിയതാണ്, എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം ഇതെൻ്റെ 6th അറ്റംപ്റ്റ് OET-യിലാണ് ഞാൻ ക്ലിയർ ചെയ്തത്. 4 പ്രാവശ്യം OET എക്സാം എഴുതി കിട്ടാതായപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്. 5ാമത്തെ തവണ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് എടുത്തു. എന്നിട്ട് റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ 5:30 അവിടെ നിന്ന് വിട്ട് 7 മണിയായപ്പോൾ ഇവിടെ എത്തി, കുർബാന പങ്കെടുത്തു, അച്ഛൻ്റെ ക്ലാസ്സും കേട്ടിട്ട് ഞാൻ റിസൾട്ട് നോക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന റിസൾട്ട് നോക്കുമ്പോൾ എൻ്റെ റൈറ്റിംഗ് പിന്നെയും പോയി 290. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പക്ഷേ ഞാൻ അപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എന്താ എനിക്ക് മാത്രം കിട്ടാത്ത? എത്ര ആയിരങ്ങൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത്? എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ ഒത്തിരി ഇരുന്ന് കരഞ്ഞു. അന്നേരം ഒരു സിസ്റ്റർ പറഞ്ഞു, അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി, അമ്മ അതിനുള്ള മറുപടി തരുമെന്ന്. ഞാനിരുന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ റീവാലുവേഷന് കൊടുക്കാമെന്ന് വെച്ചു. റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടും എനിക്ക് കിട്ടിയില്ല. 290 തന്നെയായിരുന്നു, ഒരു മാറ്റവും വന്നില്ല. പിന്നെ ഞാൻ ഓർത്തു, ഇത് ഉപേക്ഷിക്കാം. ഇത്രയും പ്രാവശ്യം എഴുതി ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിളായി, എനിക്ക് ഒന്നും അങ്ങോട്ട് സെറ്റാകാൻ പറ്റുന്നില്ല. 2016 തുടങ്ങിയതാണ് ഞാൻ. മീൻവൈൽ എൻ്റെ കല്യാണം കഴിഞ്ഞു, 2 കുഞ്ഞുങ്ങളുമായി. പക്ഷേ എന്നാലും ഇതിൻ്റെ പുറകെ ആയിരുന്നു. സോ അതിനുശേഷം മെയ് 10-ന് ഞാൻ ഇവിടെ പിന്നെയും വന്നു, ഉടമ്പടി പുതുക്കി. ജൂൺ 11-ന് ഞാൻ ഡേറ്റ് എടുത്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിനെ പറ്റി. ഞാൻ ആദ്യം മുതലേ തെറ്റിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഉടമ്പടി പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക്. ഞാൻ കൊടുക്കുമ്പോൾ ഓർക്കും അവരെന്ത് വിചാരിക്കും, അവർ എന്നിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുമോ എന്നൊരു സങ്കടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ പാലിച്ചു, 5 നിബന്ധനകൾ പാലിച്ചു, ഒരെണ്ണം മാത്രം വിട്ടു.
അതിനുശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ എക്സാം എഴുതി ഞാൻ ജൂൺ 11 ഉടമ്പടി കാശ് രൂപ ഞാൻ ഈ ഉള്ളം കയ്യിൽ വെച്ചിട്ട് പെൻസിൽ പിടിച്ച് ഈ കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കണത്, ഈ കയ്യിൽ തന്നെ, മറ്റേ കയ്യിൽ പോലും ഞാൻ മാറ്റി പിടിച്ചില്ല. അമ്മ, എനിക്ക് ഇത്രയും പ്രാവശ്യം ഞാൻ എഴുതിയതിൽ നിന്ന് ഈ അറ്റംപ്റ്റ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. റൈറ്റിംഗ് ഭയങ്കര ടഫ്, സ്പീക്കിംഗ് ഞാൻ ഒന്നും പറയാൻ എനിക്ക് അങ്ങനെ പറ്റിയില്ല, ലിസ്ണിങ് ടഫായി, റീഡിങ് എനിക്കറിയത്തില്ല എന്ത് പറ്റിപ്പോയി ഈ പ്രാവശ്യമെന്ന്. അതിനുശേഷം ഞാൻ ഇറങ്ങിപ്പോയി എന്ന് തന്നെ ഉറപ്പിച്ചു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഒരു പ്രതീക്ഷയില്ല, ഇനി തന്നാൽ അമ്മ തരുന്ന റിസൾട്ട് ആയിരിക്കും എനിക്ക് ഉറപ്പാന്ന്. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈ പ്രാവശ്യത്തെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ കൃപാസനത്തിൽ പോയി അമ്മയുടെ മുന്നിൽ സാക്ഷ്യം പറഞ്ഞിട്ട് എൻ്റെ ഈ റിസൾട്ട് മറ്റാരും ഇവിടെ അറിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പേരൻസ് പോലും അറിഞ്ഞില്ല ഞാൻ എക്സാം എഴുതിയത്. എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞു, ഹസ്ബൻഡാണ് കൊണ്ടുപോയി വിട്ടത്. പിന്നെ ഒരു സുഹൃത്തും കൂടി അറിഞ്ഞു, കാരണം അവളാണ് എനിക്ക് ഈ പ്രാവശ്യം എക്സാം എഴുതാൻ പൈസ തന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. ഇന്നലെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഇന്നലെ എനിക്ക് വേറൊരു അവസരം കൂടി അമ്മ തന്നു, ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനും. രണ്ട് പത്രം എനിക്ക് 2 പേർക്ക് കൊടുക്കാൻ സാധിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. എനിക്കറിയില്ല ഇന്ന് മോർണിംഗ്, ഇന്ന് ഒരിക്കൽ റിസൾട്ട് വരില്ല, റിസൾട്ട് വരുന്നത് ജൂലൈ 1 ഇന്ന് 19 ഡേയ്സ് ആകത്തുള്ളൂ. ഇന്ന് രാവിലെ 10 മണിക്ക് നോക്കാൻ നേരത്തെ OET പോർട്ടലിൽ റിസൾട്ട് അവൈലബിൾ ആണ്. എനിക്ക് 4 B ഗ്രേഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 4 B ഗ്രേഡ്. റീഡിങ്ങിന് 360 എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് എഴുതണം. അതിനുള്ള ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് അമ്മ തന്ന ഈ അനുഗ്രഹം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മ മാതാവിന് 1000 നന്ദി കരയറ്റുന്നു ഈ അവസരത്തിൽ. അതോടൊപ്പം അടുത്ത ഒരു നിയോഗം ഞാൻ വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ACC എക്സാമാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. പല പ്രാവശ്യം എഴുതി, റിസൾട്ട് ഒരു സബ്ജക്റ്റ് 2-3 തവണയൊക്കെ തോറ്റുപോയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ലാസ്റ്റ് 2 സബ്ജക്റ്റ് പെൻഡിങ് ആയിരുന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. മമ്മിയും ഞാനും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ കോൾ വന്നു. ആ ടൈമിൽ വിളിക്കുന്നതേ അല്ല, ഒരു ആവശ്യമുള്ള ടൈമല്ല, 5 o'clock ടൈം, 5:30 ടൈമിൽ. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി OETയുടെ റിസൾട്ട്, ACC റിസൾട്ട് വന്നിട്ടുണ്ടാകാം. യൂഷ്വലി മോർണിംഗ് ആണ് വരുന്നത്. ഞങ്ങൾ കോൾ എടുത്തില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുഴുവൻ ചൊല്ലി തീർത്തിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, മമ്മി എൻ്റെ ലാസ്റ്റ് 2 എക്സാമും ഞാൻ ക്ലിയർ ചെയ്തു, ACC കംപ്ലീറ്റ് ആയി എന്ന്. അമ്മ മാതാവിന് 1000 നന്ദി. അടുത്തൊരു നിയോഗം, എൻ്റെ ബ്രദർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. 2.5 വർഷമായിട്ട് അവിടെ ആയിരുന്നു. അവന് ലീവ് സാങ്ഷൻ ആകുന്നുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് കൊറോണ. സോ ബോസ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി നിബന്ധനയിൽ ആ കാര്യവും വെച്ചിട്ടുണ്ടായിരുന്നു. വിത്തൗട്ട് ഇവൻ ആസ്കിങ് അവർ ലീവ് സാങ്ഷൻ ചെയ്തു. April 10 അവൻ വീട്ടിലെത്തി. 1 മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു. May 10 ഹി ബാക്ക് ഹോം. അതിനുശേഷം ഒരുനുള്ള നടുവേദന, എനിക്ക് രോഗസൗഖ്യം കിട്ടിയത് 6 വർഷമായിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. എനിക്ക് ഒരു പണിയും ചെയ്യത്തില്ല, ഇച്ചിരി എന്തെങ്കിലും ചെയ്ത് അപ്പം നടുവേദന. അങ്ങനെ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ ആ പ്രാർത്ഥനയും വെച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഇങ്ങനെ ഓർക്കും, ഞാൻ നടുവേദന ഇല്ലല്ലോ എന്ന് അന്നേരം ഞാൻ വിചാരിക്കുന്നത്. കുറേ പണി ചെയ്തപ്പം ഞാൻ അറിഞ്ഞു പോലും ഇല്ല അമ്മ എപ്പോൾ അത് എടുത്തു മാറ്റിയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യാം, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അടുത്ത ഒരു കാര്യം പറയാനുള്ളത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെയാണ്. മോൾക്കിടെ കയ്യിൽ ബേണായി, എന്നിട്ട് ഞാൻ തൈലം തൂത്തു. ആ പാട് പോലും ഞാൻ കണ്ടില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബേണായിരുന്നു. ആ പാട് പോലും പോയി. അത് നോക്കാനുള്ള ഒരു സാഹചര്യം പോലും കിട്ടിയില്ല. അതിന് മുന്നേ അത് ഫുള്ള് മാഞ്ഞു പോയി. പിന്നെ എൻ്റെ മോൻ്റെ വായിലാവും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കാറ്റാടി പോലത്തെ ഒരു പൈപ്പിൻ്റെ ഇത് മേലെണ്ണാക്കിൽ കൊണ്ടു. അത് ആ കോംപ്ലിക്കേഷൻ ലീഡ് ചെയ്താൽ സംസാരശേഷി പോലെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വൂണ്ടായിരുന്നു. അത് ഞാൻ തേൻ കൊടുത്തു. എനിക്കറിയത്തില്ല 2-3 ദിവസം ഉണ്ടാവുള്ളൂ. ഞാൻ 2 ദിവസം ഡെയിലി ശരിക്കും നോക്കി മുറി ഉണങ്ങുന്നുണ്ടെന്ന്. 3-4ാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ ആ വൂണ്ട് അവിടെ ഇല്ല. പൂർണ്ണമായിട്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ കൊണ്ടുവന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു ഇതായിരുന്നു. പിന്നെ വലുതും ചെറുതുമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു. അത് അമ്മ തന്നത് തന്നെയാണ്. OETയുടെ കാര്യം മാത്രമേ എനിക്ക് നടക്കാതെ ഇത്രയും വൈകിയുള്ളൂ. പക്ഷേ ഇന്ന് എൻ്റെ അമ്മ അതും തന്നെ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഒരു ആൻറ്റിയുടെ മോൻ ദുബായിൽ ജോബിന് വേണ്ടി പോയി. 2 മാസമായിട്ട് ഒരു ജോബും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, മോൾ ഏതോ ഒരു കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് മറ്റൊരാൾക്ക് അമ്മേനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു അവസരം. ഞാനത് ശരിക്കും മുതലെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും നിയോഗങ്ങളെപ്പറ്റി എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അന്ന് ആ ആൻറ്റി 6 നിയോഗത്തിൽ ആദ്യത്തേത് മോൻ്റെ ജോബിൻ്റെ കാര്യം വെച്ച് പേപ്പറിൽ വെറുതെ എഴുതി ശേഷം കണ്ണൂർ അങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് രാത്രി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പിറ്റേ ദിവസം രാവിലെ ജാക്സൺ ദുബായിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മമ്മി എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, ഒരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല, എന്നെ ജോബിന് സെലക്ട് ചെയ്തു എന്ന്. അത് അമ്മ തന്നത് തന്നെയാണ്. ആൻറ്റി ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞതായതുകൊണ്ട് എൻ്റെയും സാക്ഷ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കൊരു അത്ഭുതം ഇവിടെ നിന്നുണ്ടായി.
ഞാൻ ഉടമ്പടി ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു, താഴെ വന്നു. അവിടെ ബുക്ക് തരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു പേപ്പറിൽ ബുക്ക് തന്നപ്പോൾ ഞാൻ അതിനകത്ത് കാശുരൂപം കണ്ടു. ഇതിനു മുന്നേ ഞാൻ കാശുരൂപം കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഞാൻ ആ പേപ്പറിൽ കണ്ടു കാശുരൂപം. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നായിരിക്കും കാശുരൂപം കിട്ടണേന്ന്. അത് കഴിഞ്ഞ് ഇവിടുന്ന് പ്രദക്ഷിണം വഴി ഇവിടെ വന്നു. ഇവിടുന്ന് തൈലവും കാശുരൂപം വേറെ തന്നു. അപ്പം ഞാൻ വിചാരിച്ചു 2 കാശുരൂപം തരുമായിരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരെണ്ണം മമ്മിക്കും കൊടുക്കാം, ഭയങ്കര സന്തോഷത്തിലിരുന്നു. ഞാനിത് എല്ലാം ബാഗിൽ കൃത്യമായിട്ട് വെച്ചു. അവിടെ പോയി ഇനി ബസ്സിലെല്ലാം എടുക്കുമ്പോൾ താഴെ പോകണ്ട, സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുമ്പോൾ ഒരു കാശുരൂപം ഇല്ല. ഞാനത് എനിക്കറിയത്തില്ല, മിസ്സായി പോയോ എന്ന് പേടിച്ചു പോയി, ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുവാണ്. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ഒരു കാശുരൂപം ഉള്ളതെന്ന്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നതാണ്, ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഒപ്പം ഇറങ്ങി വന്നതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ആ കാശുരൂപം അവിടെ കണ്ടത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 കോടാനുകോടി നന്ദി ഞാൻ കരയേറ്റുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.